പഠിച്ച് ഒരു ജോലി വാങ്ങുക എന്നുള്ളതിനുപരി നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹം എന്ന് പറയുന്നത് കുറച്ച് വലുതായി കഴിഞ്ഞ് ഇനി ഒരു ജോലിയൊക്കെ കിട്ടി നമുക്ക് ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ നമുക്ക് വാങ്ങാൻ പറ്റണം അല്ലേ. ചിലപ്പോഴൊക്കെ നമുക്കൊക്കെ ഫീൽ ചെയ്തിട്ടുണ്ടായിരിക്കും നമ്മൾ ഏതെങ്കിലും ഒരു ഷോപ്പിലേക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ പർച്ചേസ് ചെയ്യാനൊക്കെ വേണ്ടി പോകുമ്പോൾ നമ്മൾക്കൊരു സാധനം ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും. ചിലപ്പോൾ അതിൻ്റെ പൈസയോ എന്തെങ്കിലുമൊക്കെ ആലോചിച്ചിട്ട് നമ്മുടെ വീട്ടിലെ കണ്ടീഷനൊക്കെ ആലോചിച്ച് പലപ്പോഴും നമ്മൾ അതൊക്കെ വേണ്ടാന്ന് വയ്ക്കും അല്ലേ. അപ്പോഴും നമ്മുടെ ഉള്ളിൽ അതിനോടുള്ള ആഗ്രഹം ഭയങ്കരമായിട്ടുണ്ടാവും. അത് കിട്ടിയിരുന്നെങ്കിൽ അല്ലേ. ചിലപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട സാധനം എന്ന് പറയുന്നത് അത്രയും പ്രഷ്യസ് ആയിരിക്കും, ഭയങ്കര വിലപിടിപ്പുള്ളതായിരിക്കും. പക്ഷെ നമ്മളത് വേണ്ടാന്ന് വയ്ക്കും. അപ്പം നമുക്ക് വലുതാകുമ്പോൾ നമുക്കൊരു ആഗ്രഹം ഉണ്ടായിരിക്കും, അതെനിക്ക് വാങ്ങാൻ പറ്റണം. അപ്പം നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത് പഠിച്ച് സിമ്പിളായിട്ട് ഒരു ജോലി വാങ്ങുക എന്നുള്ളതല്ല, നമ്മൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കാൻ പറ്റണം അല്ലേ. നമുക്ക് ഇഷ്ടമുള്ള ഒരു സാധനം കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ബാങ്ക് ബാലൻസ് ഒന്നും നോക്കാതെ നമുക്കത് വാങ്ങാൻ പറ്റണം. നമുക്ക് ഇഷ്ടമുള്ള ഫുഡ് വാങ്ങാൻ പറ്റണം, കഴിക്കാൻ പറ്റണം, നമുക്ക് ഇഷ്ടമുള്ള ഡ്രസ്സ് വേണം. അങ്ങനെ ഓരോരുത്തർക്കും ഓരോരോ ആഗ്രഹങ്ങളാണ് അല്ലേ. ഇപ്പോൾ ഒരു വീടില്ലാത്ത ഒരാൾക്കാണെങ്കിൽ മെയിനായിട്ടുള്ള ആളുടെ ആഗ്രഹം എന്ന് പറയുന്നത് സ്വന്തമായിട്ട് ഒരു അടച്ചുറപ്പുള്ള ഒരു വീട് വേണമെന്നായിരിക്കാം. ഇനി അതല്ല പട്ടിണി കിടക്കുന്ന ഒരാൾക്കാണെങ്കിൽ 3 നേരം ശരിക്കും ഭക്ഷണം കഴിച്ചാൽ മതി എന്നായിരിക്കും ആഗ്രഹം. അത് ഓരോരുത്തരുടെയും ആഗ്രഹങ്ങൾ ഡിഫറെൻറ്റാണ്. അവർ വളർന്നു വന്നിട്ടുള്ള സാഹചര്യം അനുസരിച്ചാണ് ഓരോരുത്തരുടെയും ആഗ്രഹങ്ങൾ. അപ്പോൾ മെയിനായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ എല്ലാവരുടെയും ആഗ്രഹം എന്താണ്? ഒരു ഫിനാൻഷ്യൽ ഫ്രീഡം. ഇപ്പോൾ മിസ്സിനൊക്കെ ആണെന്നുണ്ടെങ്കിലും ഇതേ ഒരു സെയിം കണ്ടീഷൻ തന്നെയായിരുന്നു. ഇപ്പോൾ നമ്മൾ ആരും അങ്ങനെ റിച്ച് ആയിട്ടൊന്നുമല്ലല്ലോ ജനിക്കുന്നത്. അപ്പോൾ നമ്മളെല്ലാവരും മിസ്സിൻ്റെ വീട്ടിലാണെങ്കിലും ഇതുപോലെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നമുക്കും ചിലപ്പോഴൊക്കെ എന്ത് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. ചിലപ്പോൾ ഇഷ്ടപ്പെട്ട ഡ്രസ്സായിരിക്കാം, നമുക്കത് വാങ്ങാൻ പറ്റും, നമ്മൾ വേണ്ടാന്ന് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഇത്രയും ഈ ഒരു ചെറിയ പ്രായത്തിൽ നമ്മളൊക്കെ ഇവിടെ വന്നിട്ടുള്ളത് നമ്മുടെ ഒരു പാഷൻ കൊണ്ട് മാത്രമല്ല, നമുക്ക് എന്തുകൂടി ഉണ്ടായിരുന്നു, ഒരു ആവശ്യം കൂടി ഉണ്ടായിരുന്നു അല്ലേ. നല്ലൊരു ജോലി വാങ്ങി നമുക്ക് എത്രയും പെട്ടെന്ന് സ്റ്റേബിൾ ആവണം, ഫിനാൻഷ്യലി സ്റ്റേബിൾ ആവണം, ആരുടെ മുന്നിൽ കൈ നീട്ടാതെ അല്ലേ നമുക്ക് എന്ത് ചെയ്യണം, എന്തെങ്കിലും സാധനങ്ങളൊക്കെ വാങ്ങാൻ പറ്റണം. ആ ഒരു കാര്യം കൂടെ തന്നെയാണ് ചെറിയ പ്രായത്തിൽ നിങ്ങൾ കുറേ പേര് വിചാരിക്കുന്നുണ്ട് അവനൊക്കെ കണ്ടോ 21 വയസ്സാകുമ്പോഴേക്കും ജോലിയായി. അത് അവൻ ഹാർഡ് വർക്ക് ചെയ്തിട്ട് തന്നെയാണ്, അവന് വെറുതെ കിട്ടിയതൊന്നുമല്ല. അവൻ അത്രയും ചെറിയ പ്രായത്തിൽ അവനത് നേടിയിട്ടുണ്ടെങ്കിൽ ചെറിയ പ്രായത്തിൽ അവനത് ആഗ്രഹിച്ചിട്ടുണ്ട് അല്ലെ. അവൻ അത്രയും ഒരു ഫ്രീഡം വേണം എന്നവൻ ആഗ്രഹിച്ചിട്ടുണ്ട്. അപ്പം നമ്മളെല്ലാവരും ചെയ്യുന്നത് ഇത് തന്നെയാണ്. ഇതേ ഒരു ആഗ്രഹത്തോട് കൂടിയിട്ടാണ് നമ്മുടെ ചുറ്റുമുള്ള എല്ലാവരും എന്നുള്ളത്. അത്രയും കോമ്പറ്റീഷനാണ് നടക്കുന്നത്. അത് നിങ്ങൾ ഈ വിചാരിക്കുന്ന പോലെ ചിലരൊക്കെ പറയും പൈസയോടുള്ള ആക്രാന്താണെന്ന്. ശരിക്കും അതല്ല, പൈസയോടുള്ള ആക്രാന്തല്ല, ജീവിച്ച് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ ഇഷ്ടത്തിന് മറ്റുള്ളവരുടെ അടുത്ത് ജീവിച്ച് കാണിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് ഈ സംഭവങ്ങളൊക്കെ. അപ്പോൾ ഇങ്ങനെ ഒരു കോമ്പറ്റീഷൻ ആയിട്ടുള്ള ഒരു വേൾഡിൽ നമുക്ക് എങ്ങനെയെങ്കിലും ഇതേപോലെ തന്നെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കണം അല്ലേ. നിങ്ങൾ ആഗ്രഹിച്ച് നോക്കി, ഇപ്പം നിങ്ങൾക്ക് ഒരു മിഠായി വാങ്ങണമെങ്കിൽ എന്തിനു വേണ്ടിയിട്ടാണെങ്കിലും നമ്മൾ എന്താ ചെയ്യുക, നമ്മുടെ പാരൻസിൻ്റെ അടുത്ത് ചോദിക്കും. ഇപ്പോൾ ചിലപ്പോൾ നിങ്ങളുടെ വീട്ടിലൊക്കെ ഹൗസ് വൈഫ് ആയിട്ടുള്ള അമ്മമാരുണ്ടാവില്ലേ, അമ്മമാരുടെ അടുത്ത് നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ ശരിക്കും ഇതിൻ്റെ ഒരു റിയാലിറ്റി നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പോൾ ബിസിൻ്റെ ഒക്കെ അമ്മ എപ്പോഴും പറയാറുണ്ട്, അതായത് നീയൊക്കെ പഠിച്ച് നന്നായിട്ട് ജോലിയൊക്കെ വാങ്ങണം, ചെറിയ പ്രായത്തിൽ തന്നെ ജോലി വാങ്ങണം. അതായത് നമ്മുടെ എന്താ പറയുക, നമ്മൾ ഭർത്താവിനോട് പൈസ ചോദിച്ച് കടം വാങ്ങി അങ്ങനെ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരരുത്, ഒരു സാധനം വാങ്ങേണ്ടി വരരുത് എന്ന് പറയാറുണ്ട്. അത് ശരിക്കും നിങ്ങൾക്ക് മനസ്സിലാവണം, നിങ്ങളുടെ വീട്ടിലുള്ള അമ്മമാരോട് ചോദിച്ചാൽ മതി. ജോലി ചെയ്യാത്ത അമ്മമാരുണ്ടെങ്കിൽ അവർക്ക് അതിൻ്റെ വാല്യൂ നന്നായിട്ട് അറിയാം. ഇത് നമ്മൾക്ക് ചിലപ്പോൾ ചെറിയൊരു സാധനമായിരിക്കാം നമുക്ക് ഇഷ്ടം തോന്നി വാങ്ങാൻ തോന്നുന്നത്, പക്ഷെ നമുക്ക് വാങ്ങാൻ നമ്മുടെ കയ്യിൽ ഇല്ലാതെ ആകുമ്പോൾ അതിന് വേണ്ടി നിൽക്കുന്ന ഒരു അവസ്ഥയുണ്ടല്ലോ, അത് വലിയൊരു സിറ്റുവേഷൻ തന്നെയാണ്. അത് അനുഭവിച്ചവർക്ക് മാത്രമേ അത് മനസ്സിലാവുള്ളൂ. അപ്പോൾ എൻ്റെ കുട്ടികൾ ഇനി വരുന്നൊരു തലമുറ അങ്ങനെ ആവരുത്. നമ്മളെല്ലാവരും ഈക്വലി എന്താണ്, നന്നായി പഠിച്ച് ജോലിയൊക്കെ വാങ്ങി നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം, ജീവിക്കാൻ പറ്റണം. അപ്പോഴേ നമുക്കൊരു സന്തോഷം ഉണ്ടാവുള്ളൂ അല്ലെ. വെറുതെ നമുക്ക് ഇഷ്ടപ്പെടാത്ത ഇപ്പോൾ ഒരു ഡോക്ടർ ആവണമെന്ന് നമ്മുടെ വീട്ടുകാർ തന്നെ ഫോഴ്സ് ചെയ്ത് നമ്മളൊരു ഡോക്ടറായിട്ട് ഒരു കാര്യമില്ല. നമ്മുടെ ഇഷ്ടം എന്താണോ, നമ്മുടെ താല്പര്യം എന്താണോ അതിനനുസരിച്ച് വേണം നമ്മൾ നമ്മുടെ ഡ്രീം കരിയർ നമ്മൾ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ കുറേ പേർക്ക് കുറേ മക്കളുടെ ആഗ്രഹം, കുറേ ഡെസ്റ്റിനേഷൻ. ഇപ്പോൾ മിസ്സിനൊക്കെ ആഗ്രഹമുണ്ട്, അതായത് കുറച്ച് പൈസയൊക്കെ ആയിട്ട് വേണം ഒരു സ്ഥലത്ത്, ഞാനിങ്ങനെ ഒരു ഡ്രീം പ്ലേസ് ഒക്കെ വിചാരിച്ചിട്ടുണ്ട്, അങ്ങോട്ട് പോകണം. മിസ്സിന് ഭയങ്കര ഒരു ആഗ്രഹമുണ്ട് നമ്മുടെ പാരീസിലൊക്കെ പോകണം. അങ്ങനെ നിങ്ങൾക്ക് ഓരോരോ ആഗ്രഹങ്ങളിലാവാം, ഓരോ ഡെസ്റ്റിനേഷനിലേക്ക് പോകണം. അതൊക്കെയാണ് നമ്മുടെ ആഗ്രഹങ്ങൾ. അല്ലാതെ ഒരു ജോലി വാങ്ങുന്നത് അവിടെ വെച്ച് തീരുന്നില്ല. നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം അവിടെ വെച്ച് നമ്മുടെ കംപ്ലീറ്റ് ആവുന്നില്ല. നമ്മൾ ആഗ്രഹിച്ചുകൊണ്ടേയിരിക്കുക അല്ലേ. ജോലി വാങ്ങണം, അവിടെ പോകണം, ആ ഫുഡ് കഴിക്കണം, അത് എക്സ്പ്ലോർ ചെയ്യണം. അപ്പോൾ ഈ ഒരു മുഴുവൻ വേൾഡ് നമ്മുടെ കയ്യിലുണ്ട് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷെ അതിന് ഇന്നത്തെ ഒരു കാലത്ത് നമുക്ക് വേണ്ട അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ് ഇതെന്ന് പറയുന്നത്, ഫിനാൻഷ്യൽ ഫ്രീഡം. ഇതില്ലാതെ നമുക്ക് എക്സ്പ്ലോറേഷൻ എന്ന് പറയുന്ന അത്ര പ്രാക്ടിക്കൽ ആയിട്ടുള്ള കാര്യമല്ല അല്ലേ. പറയാനൊക്കെ നല്ല എളുപ്പമാണ് മിസ്സേ. അതായത് എല്ലാവരും പറയും എല്ലാ മാസവും ഒരു ദിവസം ട്രിപ്പ് പോകണം എന്നൊക്കെ പറയാൻ നല്ല എളുപ്പമാണ്, ശരിയാണ്, പറയാൻ നല്ല എളുപ്പമാണ്. പക്ഷെ അതിന് വേണ്ട ഒരു സാധനമുണ്ട്, ഫിനാൻഷ്യൽ ഫ്രീഡം. അതിന് വേണ്ട ഏറ്റവും ആവശ്യം ഉള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രായത്തിൽ തന്നെ നമ്മളത് ആഗ്രഹിക്കണം. എനിക്ക് ഇത്ര വയസ്സാകുമ്പോഴത്തേക്കും എനിക്കൊരു ജോലി വേണം എന്നുള്ള ഒരു ആഗ്രഹം നമുക്ക് വേണം. അപ്പം മിസ്സൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത്, അതായത് BEd ഒക്കെ കംപ്ലീറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെയാണ് മിസ് ജോലിക്ക് കയറിയത്. വേണമെങ്കിൽ നമുക്ക് പഠിപ്പൊക്കെ കഴിഞ്ഞ് കുറച്ച് നാളെ റെസ്റ്റ് എടുത്ത് എന്ത് ചെയ്യാൻ ജോലിക്ക് കയറാം, അങ്ങനെ കയറുന്നവരുണ്ട്. പക്ഷെ നമ്മുടെ സാഹചര്യം എന്താണ് അതിനനുസരിച്ചാണ് നമ്മൾ ചെയ്യുക അല്ലേ. അപ്പോൾ ഒരു ഫിനാൻഷ്യൽ ഫ്രീഡം കിട്ടണമെന്നുണ്ടെങ്കിൽ ഏറ്റവും ആദ്യം വേണ്ടത് ഇപ്പം തന്നെ എൻ്റെ കുട്ടികൾ ഒരു ഗോൾ സെറ്റ് ചെയ്യാം, ഒരു ഡ്രീം. എന്താണ് നിങ്ങളുടെ ആക്ച്വൽ ഡ്രീം? ആ ഡ്രീമിന് വേണ്ടിയിട്ട് എന്താണ് ചെയ്യാൻ പറ്റുക എന്നുള്ളത് എൻ്റെ കുട്ടികൾ ആലോചിച്ച് എന്ത് ചെയ്യുക, അതിന് വേണ്ടിയിട്ടുള്ള കാര്യം. ഇതേ ആലോചിച്ച് സ്വപ്നം കണ്ടിരുന്നാൽ പോരാ. അതായത് ഞാൻ നാളെ പാരീസിൽ പോകുന്ന
പോകുന്നതും അവിടെ ഐഫിൽ ടവറിന്റെ താഴെ നിന്ന് ഫോട്ടോ എടുക്കുന്നതും സ്വപ്നം കണ്ടാൽ മാത്രം പോരാ അല്ലെ. അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാൻ പറ്റും അല്ലെ, അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ആലോചിക്കുക. അങ്ങനെയാണ് നമ്മൾ നമ്മുടെ ലൈഫിൽ സക്സസ് ആവുന്നത്. ഒരു ജോലി കിട്ടിയതുകൊണ്ട് ലൈഫിൽ സക്സസ് ആയി എന്നൊന്നും ഒരിക്കലും മിസ് പറയില്ല. ജോലി കിട്ടിയതുകൊണ്ട് മാത്രം നമ്മൾ സക്സസ് ആവില്ല. നമ്മുടെ ആഗ്രഹങ്ങൾ നമുക്ക് സാധിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അപ്പോൾ മാത്രമാണ് നമ്മുടെ ലൈഫ് സക്സസ് ആയി നമുക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പൊ അങ്ങനെ സക്സസ് ആവണമെന്നുണ്ടെങ്കിൽ ഈ പ്രായത്തിൽ എൻ്റെ മക്കളോട് മിസ്സിന് ഇത്ര മാത്രമേ പറയാനുള്ളൂ: നന്നായി പഠിച്ച് നിങ്ങളുടെ ഒരു കരിയർ നിങ്ങൾ ബിൽഡ് ചെയ്തെടുക്കുക. ഓക്കെ, ആ ഒരു കരിയർ ബിൽഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പം തന്നെ എന്ത് ചെയ്യണം? നിങ്ങളുടെ ശരിക്കുള്ള ആഗ്രഹം എന്താണെന്ന് റിയലൈസ് ചെയ്യണം. നിങ്ങൾക്ക് എന്ത് സ്ട്രീമാണ് വേണ്ടത് അല്ലെ, നിങ്ങളുടെ ശരിക്കുള്ള റിയാലിറ്റി നിങ്ങൾ ആരാണെന്ന് നിങ്ങൾ നിങ്ങളോട് തന്നെ ചോദിക്കുക. എനിക്ക് എന്താവണം, എൻ്റെ ഇൻട്രസ്റ്റ് എന്തിലാണ്, എനിക്ക് എന്തിനോടാണ് താല്പര്യം, അതിപ്പോൾ നമ്മൾ തിരിച്ചറിഞ്ഞ് ഇപ്പോഴേ നേരത്തെ തന്നെ നിങ്ങൾ അത് സെറ്റ് ചെയ്ത് വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യില്ല, ഇതുപോലെ ഈ ഫിനാൻഷ്യൽ ഫ്രീഡം ഉണ്ടാവാൻ ഒരുപാട് സമയം എടുക്കില്ല. അപ്പം ഇപ്പം നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് നിങ്ങൾക്ക് എന്താണ് ആവേണ്ടത് എന്ന് നിങ്ങൾ സെറ്റ് ചെയ്യുക. അതിനനുസരിച്ച് ഇപ്പം നമ്മൾ 10th കഴിഞ്ഞ് നിൽക്കുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഏത് സ്ട്രീമാണ് വേണ്ടതെന്ന് സെലക്ട് ചെയ്യാം. നിങ്ങൾ ഏത് ഫീൽഡ്, സയൻസ് ഫീൽഡിലേക്കാണോ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ഇഷ്ടപ്പെട്ട പാത്ത് നിങ്ങൾ ചൂസ് ചെയ്യുക. അതിനനുസരിച്ച് ഇനി നിങ്ങൾ സ്ട്രീം സെലക്ട് ചെയ്യുക, നന്നായി പഠിക്കാം. അപ്പം അതിന് വേണ്ടിയിട്ടാണ് നമ്മുടെ എക്സാം വിന്നർ ഫാമിലിയിൽ നമുക്ക് എന്തുണ്ട്, കൊമേഴ്സ് എടുക്കാൻ താല്പര്യമുള്ളവരാണെന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ സയൻസ് സ്ട്രീം എടുക്കാൻ താല്പര്യമുള്ളവരാണെന്നുണ്ടെങ്കിലും സെപ്പറേറ്റ് ബാച്ചസ് അവൈലബിൾ ആണ്. അപ്പം നമ്മുടെ സയൻസ് സ്ട്രീം എടുത്തിട്ടാണ് നിങ്ങൾ പഠിക്കാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ, ഇപ്പോൾ ബയോ സയൻസ് ആയാലും കമ്പ്യൂട്ടർ സയൻസ് ആയാലും, നിങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ അഗ്നി ബാച്ച് +1 നിങ്ങൾക്ക് എന്തുണ്ട്, ഒരു അഗ്നി ബാച്ച് ഉണ്ട്. നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ എല്ലാ ഫേവറേറ്റ് ഫാക്കൽറ്റീസും ഇവിടെ നിങ്ങൾക്ക് വേണ്ടി ലൈവ് ക്ലാസ്സും റെക്കോർഡഡ് ക്ലാസ്സും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഹാൻഡ് റിട്ടൺ ആയിട്ടുള്ള PDF നോട്ട്സും കാര്യങ്ങളെല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ ഓരോ ചാപ്റ്ററിൻ്റെയും വർക്ക്ഷീറ്റ്സ് അവൈലബിൾ ആണ്. നിങ്ങൾക്ക് വേണ്ടി മോഡൽ എക്സാം അതൊരു കംപ്ലീറ്റ് പാക്കേജോട് കൂടിയിട്ട് നിങ്ങളെ ഒരു സയൻസ് സ്ട്രീം എടുത്ത എൻ്റെ കുട്ടികളെ ആ ഒരു ലെവലിൽ ഹൈ ആക്കാൻ വേണ്ടി ഫുൾ മാർക്ക് നേടിത്തരാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ അഗ്നി ബാച്ച് ഉള്ളത്. ഇപ്പൊ ചിലവർ ആഗ്രഹിക്കുന്നുണ്ടാവും അതല്ല, അപ്പൊ നിങ്ങൾ വിചാരിക്കും സയൻസ് മാത്രമേ നമ്മുടെ മുന്നിലുള്ള ഒരു സ്ട്രീം എന്ന് പറയുന്നത് അല്ല. ഇനി നിങ്ങൾക്ക് ഒരു കൊമേഴ്സ് എടുത്ത് ആ ഒരു ഫീൽഡിൽ ബ്രൈറ്റ് ആവുന്ന ഒത്തിരി പേരുണ്ട് അല്ലെ. അപ്പൊ അവർക്കാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ജ്വാല ബാച്ച് അവൈലബിൾ ആണ്. അപ്പൊ ജ്വാല ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാം. ഇനി നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ നീറ്റ് എക്സാം എഴുതാൻ താല്പര്യമുള്ളവർക്കാണെങ്കിൽ നമ്മുടെ പൃഥ്വി ബാച്ചും അതുപോലെ തന്നെ JEE എക്സാം എഴുതുന്നവർക്കാണെങ്കിൽ യോധ ബാച്ചും ഉണ്ട്. അപ്പൊ ഇപ്പൊ നിങ്ങൾ ചെയ്യേണ്ട ഏറ്റവും ഇതാണ് നമ്മുടെ റൈറ്റ് ടൈം. ഈ ഒരു സമയത്ത് നിങ്ങൾ ആലോചിക്കണം. അല്ലാതെ ഇനിയിപ്പോൾ +1 +2 ഇഷ്ടമുള്ള ഒരു സ്ട്രീം, ഏതെങ്കിലും ഒരു സ്ട്രീം എടുത്ത് ഡിഗ്രി ഒക്കെ കഴിഞ്ഞ് പിന്നീട് ആലോചിക്കേണ്ട കാര്യമല്ല ഇത്. നമ്മൾ ഇപ്പോൾ ആലോചിക്കുക എനിക്ക് എന്താവണം, എന്നിട്ട് നിങ്ങൾ ഇതിൽ ഏത് സ്ട്രീമാണോ നിങ്ങൾക്ക് വേണ്ടത് അതിന് നിങ്ങൾ ആദ്യം സെലക്ട് ചെയ്യുക. എന്നിട്ട് അതിനനുസരിച്ച് ദ ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റി ആണ്, ഒരു ബെസ്റ്റ് പ്ലാറ്റ്ഫോം ആണ് നമ്മുടെ എക്സാമിനർ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ എക്സാമിനറിന്റെ ബാച്ചസിൽ ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. നമ്മൾക്ക് എന്ത് ചെയ്യാം, നിങ്ങളെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ടീച്ചേഴ്സിന്റെ കൂടെ നിങ്ങൾ ഒരു ബെസ്റ്റ് ഫ്യൂച്ചർ ബിൽഡ് ചെയ്തെടുക്കാനായിട്ട് ഞങ്ങൾ കൂടെ ഉണ്ടായിരിക്കും. സോ എത്രയും പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യുക, നിങ്ങൾ ഇഷ്ടപ്പെട്ട സ്ട്രീം ഏതാണെന്ന് ചൂസ് ചെയ്തുകൊണ്ട് നമ്മുടെ ഇഷ്ടപ്പെട്ട ബാച്ചിലേക്ക് ജോയിൻ ചെയ്യുക. അപ്പോൾ നമുക്ക് നമ്മുടെ ബാച്ചിലൊക്കെ ആയിട്ട് അടിപൊളിയായിട്ട് എക്സാമിനർ ഫാമിലിയുടെ കൂടെ പഠിക്കാം.